ഭാര്യയോട്ട് ഓളെ വീട്ടിൽ പോയി. അപ്പോൾ തിരിച്ചു വരികയാണ്. അവിടെ വെള്ളം കുറച്ച് തോട്ടുമ്പിലേക്ക് വലിഞ്ഞിരിക്കുന്നു പറഞ്ഞു. അപ്പം വീടിനകത്തൊക്കെ വെള്ളം കയറിയിരുന്നോ? ഈ സാധനങ്ങൾ കൊണ്ടൊക്കെ പോയതായിരുന്നല്ലേ? പോയാലേ വീട് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. കുട്ടികള് വന്നിട്ടില്ല. അവിടെ വീട്ടിൽ തന്നെ. കോഴിക്കോട് കണ്ണാടിക്കൽ ഭാഗത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് ഇപ്പോഴും വെള്ളം പൂർണ്ണമായി ഒഴിഞ്ഞ് പോയിട്ടില്ല. വലിയ വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ വലിയ ഭീകരമായ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ചില ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് മറ്റ് ഇടങ്ങളിലേക്ക് പോയി തിരികെ വരികയാണ്. നിങ്ങൾ വീട് എവിടെ? ഇതിനപ്പുറത്താണ്. എവിടെയായിരുന്നു പോയത്? ഞങ്ങൾ ഭാര്യയോട്ട് ഓളെ വീട്ടിൽ പോയി. അപ്പോൾ തിരിച്ചു വരികയാണ്. അവിടെ വെള്ളം കുറച്ച് തോട്ടുമ്പിലേക്ക് വലിഞ്ഞിരിക്കുന്നു പറഞ്ഞു. വീടിനകത്തൊക്കെ വെള്ളം കയറിയിരുന്നോ? ഈ സാധനങ്ങൾ കൊണ്ടൊക്കെ പോയതായിരുന്നല്ലേ? പോയാലേ വീട് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. കുട്ടികള് വന്നിട്ടില്ല. അവിടെ വീട്ടിൽ തന്നെ. ഇപ്പൊ ഈ ക്ലീനിങ്ങിന് എന്ന് വിചാരിച്ചു വന്നായിരുന്നു. ചെയ്യണം, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് ചളി അവിടെ ഉറച്ചു പോകും. അതാണ്. ഇപ്പോ മഴ തുടർന്ന് കഴിഞ്ഞാൽ ഇനിയും വെള്ളം കയറേണ്ട അവസ്ഥ വരും. വീണ്ടും വരും. അതാണ്. ഇതിപ്പോ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണോ? എല്ലാ വർഷവും 2012 ഇങ്ങനെ വലിയ വെള്ളം ഇങ്ങനെയാണ് വന്നത്. പിന്നെ 2018 കഴിഞ്ഞിട്ട് ഇത്ര മാത്രം വെള്ളം വരുന്നത് ഇപ്പോഴാണോ? അപ്പോഴാണ്. ഇപ്പോ ഇതിനേക്കാൾ കൂടുതൽ അതിലെ വഴിക്കൊക്കെ വന്ന് പോകാന്നല്ലാതെ, റോഡ് കൂടെ വന്ന് പോകാന്നല്ലാതെ വീട്ടിലൊന്നും കയറില്ല, മുറ്റം വരെ വരും. പക്ഷേ കഴിഞ്ഞ പല വർഷങ്ങളും ഇതിനേക്കാൾ മഴ ഉണ്ടായിട്ടും വെള്ളം വീട്ടിലേക്ക് കയറിയിട്ടില്ല. ഇല്ലില്ല, ഒരു പ്രാവശ്യം കയറിയില്ല. കുറച്ച് ഈ വർഷം ഇപ്പോൾ ഒരുപാട് നാശനഷ്ടം ഉണ്ടായോ? ഉണ്ടാവും. വീട്ടിലെ പോയൊക്കെയാണ് നമ്മൾ ഓരോ ഇതിൽ പൊന്തിച്ചാണ്. മുകളിലൊന്നും എടുത്ത് പോകാനുള്ള ഇതില്ല. ഈ മേഖലയിലുള്ള ആളുകൾക്കും മറ്റ് പല ആളുകൾക്കും അവരുടെ വീട്ടിൽ നിന്ന് ഈ വെള്ളം വരുന്നതോട് കൂടി എല്ലാം ഇട്ടെറിഞ്ഞ് കിട്ടിയ സാധനങ്ങളുമായി പോവുകയാണ്. പിന്നീട് അത് വീട് വൃത്തിയാക്കുക എന്നുള്ളത് തന്നെ വലിയ ശ്രമകരമായ ജോലിയാണ്. അതിനായാണ് ഈ കുടുംബം പോകുന്നത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം കണ്ണാടിക്കലിൽ നിന്ന് സാജിദ് അജ്മൽ, മീഡിയ 1 കോഴിക്കോട്.